ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് റൂമിൽ വന്ന് നന്നായി കിടന്നുറങ്ങി. പിന്നെ ഒരു നൈറ്റ് നമുക്ക് കണ്ടാലോ. ഈ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവരുടെ എല്ലാം ഒരു പ്രശ്നമായിരിക്കും, നമുക്ക് ഉറക്കം വരത്തില്ല. അപ്പോൾ ഇതാ ഞങ്ങൾ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു മഴവില്ലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ റൂമിൽ വന്നു, ആ ഡേ ഫുള്ള് കിടന്നുറങ്ങി. രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഒറ്റ ഉറക്കമായിരിക്കും. പിന്നെ ഹസ്ബൻഡിന് പോകാൻ നേരം ആകുമ്പോഴേ എണീക്കത്തുള്ളൂ. ഇതിപ്പം വെളുപ്പിന് 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനോർത്ത് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് വെക്കാമല്ലോ എന്ന്. അപ്പോൾ ആൾ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും. അപ്പോൾ എൻ്റെ പ്രധാന ജോലി ഒന്നെങ്കിൽ ഞാൻ ഉറക്കം എണീറ്റിട്ട് നേരെ അടുക്കളയിൽ കയറും, അല്ലെങ്കിൽ ഇതേപോലെ ഒരു വെളുപ്പിനെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ അടുക്കളയിൽ കയറും. ചിലപ്പോൾ 3 മണിക്കായിരിക്കും വെളുപ്പിനെ. അങ്ങനെയൊക്കെ ഓരോ ദിവസവും മാറി മാറിയൊക്കെ ഇരിക്കും. അപ്പം നമ്മൾ ഒരു ഇന്ത്യൻ കടയിൽ പോയപ്പോൾ മുരിങ്ങയില കിട്ടിയായിരുന്നു. അതിപ്പോൾ മേടിച്ച് വെച്ചിട്ട് 2-3 ദിവസമായി. അപ്പം മുരിങ്ങയിലയും പരിപ്പും കൂടി ഇട്ടൊരു ചാറ് കറിയും പിന്നെ എന്തെങ്കിലും ഒരു തോരനൊക്കെ വെക്കാമല്ലോ എന്ന് ഓർത്തിങ്ങനെ ഇരിക്കും. അപ്പോൾ ബീട്രൂട്ട് മേടിച്ച് തിരിപ്പുണ്ട്. ഇത് കുക്ക്ഡ് ബീട്രൂട്ടാട്ടോ. അപ്പം ഓൾമോസ്റ്റ് അത് കുക്കായിട്ടിരിക്കുന്നതാണ്. പിന്നെ നമുക്കത് തോരൻ വെച്ചാൽ മതി. അതാ ഞാൻ മുരിങ്ങയില എടുത്തു, എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ഇലകൾ അടർത്തി എടുക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും ചെറിയൊരു ഭാഗം ചെറുതായിട്ട് കേടാവാൻ തുടങ്ങി. ബട്ട് സ്റ്റിൽ നമ്മൾ മേടിച്ചതല്ലേ, അപ്പോൾ കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ നല്ല ഭാഗമൊക്കെ നോക്കി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയത്തില്ല, നമ്മൾ ഡേ ചെയ്യുന്നവർക്ക് എല്ലാ ദിവസവും നല്ല എന്താ പറയുക, രാവിലെ എണീക്കുന്നു വൈകിട്ട് കിടക്കുന്നു, അങ്ങനെ റെഗുലറായിട്ട് പോകുന്ന ഒരു ജീവിത രീതിയൊക്കെ ആയിരിക്കും. പക്ഷേ നൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമ്മുടെ ഉറക്കം, നമ്മുടെ ഹെൽത്ത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാലും ഞങ്ങൾ ടൈം കിട്ടുമ്പോൾ ഒക്കെ കിടന്ന് ഉറങ്ങാറുണ്ട്. അല്ലെങ്കിൽ തലവേദനയാകും, പിന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ആകും. ഇതാ ഞാൻ ഓൾമോസ്റ്റ് മുരിങ്ങയില എടുത്തു, അതിൻ്റെ ചീത്ത ഭാഗം എല്ലാം കളഞ്ഞിട്ടുണ്ട്. അത്ര ചീത്തയായിട്ടില്ല, എന്നാലും ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നനവും ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും കളറ് മാറി ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ കളഞ്ഞു. ബാക്കിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇനി വാഷ് ചെയ്യണം. പിന്നെ ആ കവറിലും കുറച്ച് ഇലയുണ്ട്, അതും കുഴപ്പമില്ല, നല്ല ഇലകളാണ്. അപ്പം ഞാൻ അതിങ്ങനെ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്യുവാണ്. പക്ഷേ കറി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. കഴിഞ്ഞ തവണയൊക്കെ വെച്ചപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്നാലും നമ്മൾ ഫുഡ് കളയത്തൊന്നും ഇല്ല കേട്ടോ, നമ്മളത് കഴിക്കും. പിന്നെ തോരൻ വെക്കേണ്ടത് ഞാൻ ഓർത്തു ബീട്രൂട്ടും ക്യാബേജൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഒരു ഹാഫ് ക്യാബേജും പിന്നെ ബീട്രൂട്ടും കൂടി ഇട്ട് തോരനൊക്കെ വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാനത് പതുക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും 12 hours-ആണ്, 1 hour ബ്രേക്കും. സോ 7 to 7 ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഈവനിങ് 7 to morning 7. ഈ മിക്കവാറും ഞാൻ കുക്ക് ചെയ്യുന്നത് ഈ ഒരു ടൈമിലായിരിക്കും കേട്ടോ. ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് എപ്പോഴേലും, അങ്ങനെയൊക്കെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. സോ ഞാൻ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി ഒരു ഹാഫ് അനിയൻ കട്ട് ചെയ്ത്, പിന്നെ തക്കാളി ഉണ്ട് അതും കട്ട് ചെയ്ത് എല്ലാം കൂടെ കുക്കറിലിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കും. പരിപ്പ് ആദ്യം വേവിച്ചിട്ട് പിന്നെ മുരിങ്ങയിലിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് ഞാൻ. പക്ഷേ ഈസി ആയിട്ടങ്ങനെ ഒന്നിച്ചൊക്കെ അങ്ങ് ചെയ്യും. കുക്കറിലിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ പരിപ്പും മുരിങ്ങയിലയും തക്കാളി ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ കുക്ക് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കടുകൊക്കെ പൊട്ടിച്ച് ചേർക്കും. അതേപോലെ തന്നെ തേങ്ങയും കുറച്ച് അരച്ച് ചേർക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ സാധാരണ വെക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തോരൻ പോലെ വെക്കണം, അങ്ങനെ വെച്ചാലും ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 1 hour 2 hour ഒക്കെ എടുക്കും ഇതേപോലെ ഞാൻ കുക്ക് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും. കൈ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യും. എനിക്ക് കയ്യിലൊന്നും പറ്റിയിരിക്കുന്ന ഇഷ്ടമല്ല. അത് കഴിഞ്ഞ് അത് ഞാൻ അടുപ്പത്ത് വെച്ചു. ഇനി ഞാൻ തോരനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുവാണ്. നമ്മുടെ ക്യാബേജ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ബീട്രൂട്ട്, അതും ഞാൻ പതുക്കെ ഗ്രേറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാബേജ് ഏകദേശം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബീട്രൂട്ട് ആഡ് ചെയ്താൽ മതി. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി കുക്ക്ഡ്. ഐ ഹാവ് ഓൾറെഡി സെഡ് ഇറ്റ്സ് ഓൾറെഡി കുക്ക്ഡ്. പിന്നെ ഈ ലാസ്റ്റ് വരുന്ന ഈ പീസ് നമുക്കിങ്ങനെ ഉടയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് ഞാൻ കത്തിയും കൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കൈയും പോവും, നമുക്കത് മര്യാദയ്ക്ക് ചെയ്യാനും പറ്റത്തില്ല. കാരണം കൈ മുറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സീനാണല്ലോ. അപ്പം ഞാൻ ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തു. നമ്മുടെ ക്യാബേജ് റെഡി, പച്ചമുളക് റെഡി, പിന്നെ കുറച്ച് സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രം വെച്ച് ചൂടാവുന്ന ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ എണ്ണ ഒഴിക്കണം, കടുക് പൊട്ടിക്കണം, എല്ലാം ഒരു ഈസി പീസി ആയിട്ട് അങ്ങ് ചെയ്യും.
ഒത്തിരി ഞാൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫുഡൊന്നും ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ബിരിയാണി വെക്കും, അതും ഒരു ഈസി മെത്തേഡിൽ അങ്ങ് ചെയ്യും. അല്ലാണ്ട് എനിക്ക് ഒത്തിരി ഇതായിട്ടൊന്നും കുക്ക് ചെയ്യാൻ അറിയില്ല. എല്ലാം ഒരു ഈസി വേ ആയിരിക്കും. എന്താ പറയുക, നമുക്കതിനുള്ള സമയവും ഇല്ല. പിന്നെ എത്ര നേരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ കുക്കിങ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുക്കിങ് ആക്ച്വലി ഇഷ്ടമാണ്, പക്ഷെ നമ്മുടെ ഡെയിലി ഇത് ചെയ്ത് വരുമ്പോൾ ചെറിയൊരു മടുപ്പ് വരത്തില്ലേ, ആ ഒരു പ്രശ്നം എനിക്കുണ്ട്. എന്നാലും കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ് കുക്കിങ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി മാറ്റുന്നുണ്ട്. ഒത്തിരി മെസ്സായിട്ട് കിടക്കണ്ടല്ലോ, അത് കാരണം. ഞാൻ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുടിയൊന്ന് അഴിഞ്ഞു പോയി. മുടിയൊക്കെ ഞാൻ കെട്ടി സെറ്റാക്കി. കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാളയും ക്യാബേജും കൂടെ ആദ്യം അങ്ങ് ആഡ് ചെയ്യും, പച്ചമുളകും കൂടെ. അപ്പോൾ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമ്മൾ ബീട്രൂട്ട് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടി ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ തോരന് സെറ്റാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു റുട്ടീൻ പോകുന്നത്. പിന്നെ ഞങ്ങൾ 2 പേർക്കും ഓഫാണെങ്കിൽ ഞങ്ങൾ നൈറ്റ് അങ്ങനെ ഒന്നിച്ച് കുക്ക് ചെയ്യുന്നത് കുറവാണ്. ഒരു രാവിലെ എണീക്കും, നമ്മൾ വിശക്കുന്ന സമയത്ത് എണീറ്റ് ഞങ്ങൾ 2 പേരോട് കുക്ക് ചെയ്യുകയാണ് പതിവ്. ഇപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ഷിഫ്റ്റാണ്, ആൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ആൾ കുക്ക് ചെയ്ത് വെക്കും. ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞങ്ങളൊന്നിച്ച് ഫുഡ് കഴിക്കും, അങ്ങനെയൊക്കെ പോകും. പിന്നെ ഞങ്ങൾ 2 പേരും ഷിഫ്റ്റ് പോയി ആകെ ടയേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങി എണീറ്റ് ഷിഫ്റ്റിന് പോകുന്ന വഴിക്ക് ഏതെങ്കിലും കടയിൽ കയറി ചെറുതായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കും. ഈ ഷവർമ റോള് അങ്ങനത്തെയൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് മേടിച്ചിട്ട് പോകും. എന്നിട്ടൊരു ഹാഫ് പോകുന്ന വഴിക്ക് കഴിക്കും. എന്നിട്ട് അവിടെ ബ്രേക്കിൻ്റെ ടൈമിലായിരിക്കും പിന്നെ ഒരു ഹാഫ് കൂടെ കഴിച്ച് അങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ 2 പേർക്കും ഒരേപോലെ ഇതേപോലെ ഷിഫ്റ്റൊക്കെ വരുമ്പോഴും 2 പേരും നൈറ്റൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമുക്ക് ഇതേപോലെ കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കുക എന്നുള്ളതൊന്നും പോസിബിൾ അല്ല. എന്തെങ്കിലുമൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ക്യാബേജ് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രേറ്റഡ് കോക്കനട്ട്, ഫ്രോസൺ കോക്കനട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് മുന്നേ ഞാൻ വെളിയിൽ വെക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു കട്ടി കുറയും. സ്റ്റിൽ അത് ഹാർഡായിട്ടായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ നമ്മളത് ആഡ് ചെയ്ത് ആ ചൂടിൽ കടന്നിട്ട് അതങ്ങ് ഓക്കെ ആയിക്കോളും. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഉള്ളത് പതുക്കെ വാഷ് ചെയ്തൊക്കെ വെക്കുകയാണ്. പിന്നെ ഒരുപാട് പാത്രങ്ങൾ ഞാൻ അങ്ങനെ എടുക്കത്തില്ല. അത് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ പിന്നെയും ചെയ്യും. അല്ലെ പിന്നെ നമുക്ക് ഇതും ഒരു വലിയ ജോബായി തോന്നും. സോ ഒത്തിരി പാത്രങ്ങളെടുത്ത് ഞാൻ അധികം മെസ്സാക്കത്തില്ല. ഏറ്റവും അത്യാവശ്യം വേണ്ടത് മാത്രമേ എടുക്കാറുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തോരൻ ഒന്ന് ഇളക്കിയൊക്കെ വെക്കുന്നുണ്ട്. ഇനി തേങ്ങയും കൂടെ ആഡ് ചെയ്താൽ മതി, നമ്മുടെ തോരൻ സെറ്റാവും. കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് തേങ്ങ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആവിയിൽ കിടന്ന് അതങ്ങ് ഓക്കെ ആയിക്കോളും. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ തോരൻ ഏകദേശം സെറ്റായി. നമ്മുടെ പരിപ്പും മുരിങ്ങയിലയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് പൊട്ടിച്ചിടുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് സവാളയും കൂടെ ആഡ് ചെയ്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ആ കറിയും റെഡിയായി. പിന്നെ ഞാൻ ഓർത്തു നോൺ വെജ് ഒന്നും ഇല്ലല്ലോ എന്ന്, മീൻ ഇരിപ്പുണ്ട് വറക്കണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പം വേണ്ട, അതൊരു കുഞ്ഞു മുളക് കേട്ടോ അവിടെ ഇരുന്നത്. വേണ്ട, വരുമ്പോഴത്തേക്കും മുട്ടയുണ്ട്, മുട്ട പൊരിക്കാമെന്നൊക്കെ ഓർത്തു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ചോറും കൂടെ വെച്ചിട്ട് പോയി കിടക്കും മീൻസ് ചെറുപ്പം ഞാൻ കുറച്ച് നേരം ഉറക്കം വന്നെങ്കിൽ അപ്പം ചോറും ഞാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ്. നമ്മുടെ ഷെയർഡ് കിച്ചണാണ് കേട്ടോ ഇത്, നമ്മുടെ മാത്രം കിച്ചണല്ല. അപ്പോൾ എല്ലാവരും കുക്കിങ് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തിടും. അല്ലാണ്ട് ഇങ്ങനെ നമുക്ക് ഡെയിലി ഒരു ടൈം ടേബിളൊന്നുമില്ല, ഇന്ന ആൾ ഇന്ന ദിവസം ക്ലീൻ ആക്കണമെന്നൊന്നുമില്ല. എല്ലാവരും കുക്കിങ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം എപ്പോഴും കിച്ചൺ നീറ്റായിട്ട് കിടക്കും. ഇപ്പോൾ നമുക്കൊരു ടൈം ടേബിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് കിച്ചൺ കുറച്ച് മെസ്സായിട്ടായിരിക്കും കിടക്കുന്നത്. ബട്ട് ഇവിടെയെന്ന് പറഞ്ഞാൽ എല്ലാവരും അവനവൻ്റെ കുക്കിങ് കഴിഞ്ഞാൽ എല്ലാവരും നല്ല തുടച്ച് വൃത്തിയാക്കി തൂത്തുവാരിയൊക്കെ ഇടും. അങ്ങനെ ഏറെക്കുറെ പണിയെല്ലാം കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ആട്ടോ എൻ്റെ നൈറ്റിലെ ഒരു 2-3 മണിക്കൂർ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ചില ദിവസങ്ങളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കും, ലഞ്ചിനുള്ള കറികളും ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി അധികം സമയമെടുക്കും. ചിലപ്പോൾ ദോശയോ അപ്പമോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള കറി ഉണ്ടാക്കണം.
സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ ടൈം എടുക്കും. ഇതാകുമ്പോൾ ഞാൻ ലഞ്ചിന് മാത്രമായിട്ട്, ലഞ്ച് മീൻസ് വരുമ്പോഴേ നമ്മൾ കഴിച്ചിട്ടായിരിക്കും കിടക്കുന്നത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഇതാണ്, ഒറ്റ സമയത്താണ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും. അല്ലാന്നുണ്ടെങ്കിൽ 2 പേർക്ക് ഓഫ് ആണെങ്കിൽ മാത്രമേ നമ്മൾ രാവിലെ എന്തെങ്കിലും കഴിക്കും, പിന്നെ ഉച്ചയ്ക്ക് എണീക്കുകയാണെങ്കിൽ കഴിക്കും, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോകും. നമുക്ക് 2 മീലേ നമ്മൾ മെയിനായിട്ട് കഴിക്കത്തുള്ളൂ ഒരു ദിവസം. സോ ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചു, റൂമിൽ പോയി കുറച്ച് വെള്ളമൊക്കെ കുടിക്കുകയാണ്. നമ്മുടെ ചിയാ സീഡ് ഇട്ട വെള്ളമാണ്. അപ്പം ഞാൻ ഓർക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിടും. എന്നിട്ട് അതൊന്ന് കുതിർന്ന് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ്സ് ഒക്കെ കൂടുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് വെള്ളം കുടിക്കും. പിന്നെ ഞാൻ ഓർത്ത് കുറച്ച് മിക്സ്ചറും പിന്നെ ഒരു മാങ്ങാപ്പഴമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ കഴിക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു നൈറ്റ് പോകുന്നത് എനിക്ക് ഓഫുള്ളപ്പോൾ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ബൈ.